വെൽക്കം ടു മൈ ചാനൽ ഡെയിലി സ്പീക്കിംഗ് ട്രീ. ഇന്ന് നമ്മൾ ധ്യാനിക്കാൻ പോകുന്ന വചനഭാഗം ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം 1 തൊട്ട് 24 വരെയുള്ള വചനങ്ങളാണ്. നോഹയുടെ പെട്ടകത്തെക്കുറിച്ചുള്ള ഈ കഥയെന്ന് പറയാൻ പറ്റില്ലെങ്കിലും നമ്മൾ ഒരുപാട് ബൈബിളിൽ കേട്ടിട്ടുണ്ടാകും. എന്നാൽ നോമ്പുകാല ചിന്തകളുടെ പശ്ചാത്തലത്തിൽ ഈ പഴയ നിയമ സംഭവം നമ്മുടെ ജീവിതത്തോട് എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നൊന്ന് ശ്രദ്ധിക്കാം. ചുറ്റും പ്രളയജലം ഉയരുമ്പോഴും ആടിയുലയുന്ന ഒരു പെട്ടകത്തിനുള്ളിൽ സമാധാനമായി ഉറങ്ങാൻ ഒരാൾക്ക് കഴിയുമെങ്കിൽ അയാൾ ദൈവത്തിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവനായിരിക്കണം. ഇന്ന് നമ്മൾ നോക്കുന്നത് നോഹയെക്കുറിച്ചല്ല, നോഹയെ കാത്തു സൂക്ഷിക്കുന്ന ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം വായിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. പെട്ടകത്തിൽ കയറി കഴിഞ്ഞിട്ടും 7 ദിവസത്തിന് ശേഷമാണ് മഴ പെയ്തു തുടങ്ങിയത്. ആ 7 ദിവസങ്ങൾ നോഹയ്ക്ക് പരിഹാസങ്ങളുടെയും സംശയങ്ങളുടെയും കാലമായിരുന്നിരിക്കാം. നമ്മുടെ നോമ്പുകാലവും ഇതുപോലെയൊക്കെയല്ലേ? പ്രാർത്ഥിച്ചിട്ടും മാറ്റങ്ങൾ കാണാത്ത ആ 7 ദിവസങ്ങൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകാം. പക്ഷേ ദൈവം വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിറവേറുക തന്നെ ചെയ്യും. 16-ാം വാക്യത്തിൽ ഒരു പ്രധാന അടയാളമുണ്ട്. കർത്താവ് വാതിൽ അടച്ചു. നോഹയല്ല വാതിൽ അടച്ചത്, ദൈവമാണ് വാതിൽ അടച്ചത്. നമ്മുടെ ജീവിതത്തിൽ ചില വാതിലുകൾ ദൈവം അടയ്ക്കുന്നത് നമ്മളെ ശിക്ഷിക്കാനല്ല, മറിച്ച് പുറത്തുള്ള പ്രളയത്തിൽ നിന്നും നാശത്തിൽ നിന്നും നമ്മളെ സുരക്ഷിതരാക്കാനാണ്. നോമ്പുകാലം എന്നത് ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മാറി ദൈവം നമുക്കായി അടച്ചു തന്ന ആ പെട്ടകത്തിനുള്ളിൽ വിശ്രമിക്കാനുള്ള സമയമാണ്. ഭാഗം 3 17-ാം വാക്യം ഇപ്രകാരം പറയുന്നു: വെള്ളം പൊങ്ങിയപ്പോൾ പെട്ടകം നിലത്തു നിന്ന് ഉയർന്നു. ലോകത്തെ മുക്കിക്കൊല്ലാൻ വന്ന അതേ വെള്ളമാണ് നോഹയുടെ പെട്ടകത്തെ ഉയരങ്ങളിലേക്ക് എത്തിച്ചത്. നമ്മെ തകർക്കാൻ വരുന്ന പ്രതിസന്ധികൾ നമ്മളെ ദൈവത്തോട് കൂടുതൽ അടുപ്പിക്കാനുള്ള ഇന്ധനമാക്കി മാറ്റാൻ നോമ്പിൻ്റെ ആത്മീയത നമ്മെ പഠിപ്പിക്കുന്നു. ലോകം മുങ്ങുമ്പോൾ വിശ്വാസി ക്രിസ്തുവാകുന്ന പെട്ടകത്തിൽ ഉയരുകയാണ് ചെയ്യുന്നത്. പ്രളയജലം സർവ്വതിനെയും മായ്ച്ചു കളഞ്ഞപ്പോഴും ദൈവം നോഹയെ ഓർത്തു. ഈ നോമ്പുകാലത്ത് നമ്മളും ആ പെട്ടകത്തിനുള്ളിലാണ്. പുറത്തെ കാറ്റും കോളിനും നമ്മളെ തകർക്കാൻ കഴിയില്ല. കാരണം വാതിൽ അടച്ചിരിക്കുന്നത് ദൈവം തന്നെയാണ്. ആ പെട്ടകത്തിനുള്ളിൽ നിശബ്ദനായിരിക്കുക. പ്രത്യാശയുടെ ഒലിവിലയുമായി ആ പ്രാവ് ഉടൻ നമ്മുടെ അരികിലേക്കെത്തും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പുറത്ത് കൊടുങ്കാറ്റുണ്ടായിരിക്കാം, പക്ഷേ വാതിലടച്ചിരിക്കുന്നത് ദൈവമാണെങ്കിൽ നമ്മൾ സുരക്ഷിതരാണ്. ദൈവമേ, ജീവിതത്തിലെ തിരമാലകൾക്കിടയിൽ അങ്ങയുടെ സാന്നിധ്യമാകുന്ന പെട്ടകത്തിൽ ഞങ്ങളെ സുരക്ഷിതരായി കാക്കണമേ.